നമ്മളിൽ മിക്ക ആളുകളും വാഹനം ഓടിക്കുന്നവരാണ്. വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളത് അറ്റൻഡ് ചെയ്യും അല്ലേ? എന്നാൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് വാഹനം ഓടിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ചും ബൈക്ക് ഓടിക്കുന്നവർ. അവർ ആരും കാണുന്നില്ല എന്നൊക്കെ കരുതിയിട്ട് ഹെൽമെറ്റിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ തിരികെ വെച്ചിട്ട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. പോലീസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചില ആളുകൾ ഇതുപോലെ ഫോൺ വെച്ചിട്ട് ഈ രൂപത്തിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് കാണാം. എന്ത് അപകടം, എന്ത് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണത്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ സംസാരിച്ചേ പറ്റൂ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തേ പറ്റുമെങ്കിൽ നിങ്ങളൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യുന്ന ആ ഒരു സെറ്റിങ്സും കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. അത്യാവശ്യമാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഇതുപോലെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി സൈഡാക്കിയിട്ട് അവിടെ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം വണ്ടി ഓടിക്കുക. ഇനി നിങ്ങൾക്ക് റണ്ണിങ്ങിൽ എന്തായാലും നിങ്ങൾക്ക് അതേ മാർഗമുള്ളൂ എങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ തൊടാതെ, ഹെഡ്സെറ്റിൽ തൊടാതെ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ സാധിക്കും. ഈ ഒരു സെറ്റിങ്സ് പല മൊബൈലിലും ഉണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ് മൊബൈലാണ്. നിങ്ങളുടെ മൊബൈലിലും ഈ ഒരു സെറ്റിങ്സ് എന്തായാലും കാണാൻ സാധിക്കും. ഏതാണ് ആ സെറ്റിങ്സ്, എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പ് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കോൺടാക്റ്റ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഓപ്ഷൻ. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നമുക്ക് സെർച്ച് ബാറിൽ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ആൻസർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് കാണാം. അവിടെ വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ കാണിച്ച അതേ ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. റീഡ് കോളർ നെയിം അലോഡ് എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോൺ തൊടാതെ അതിൽ ആരാണ് കോൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് റീഡ് ചെയ്യും. നമ്പർ ആണെങ്കിൽ നമ്പർ ഓൾവേസ് എന്ന ഭാഗം ആക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ബ്ലൂടൂത്തിലാകുമ്പോൾ ബ്ലൂടൂത്ത് മാത്രമേ ആ ഒരു റീഡ് കോളർ നെയിം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ റീഡ് കോളർ നെയിം ട്വൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ആ ഒരു കോളർ നെയിം റീഡ് ചെയ്ത് തരും. ഓക്കെ, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്യുക. ഈ ഒരു കാര്യം പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം പോക്കറ്റിലുള്ളപ്പോൾ തന്നെ ഹെഡ്സെറ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹെഡ്സെറ്റിലൂടെ ആരാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആൻസർ ഓട്ടോമാറ്റിക്കലി എന്ന ഈ ഒരു ഓപ്ഷൻ. ആ എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി ആൻസർ ഇൻകമിംഗ് കോൾസ് ആഫ്റ്റർ എ സെറ്റ് ടൈം വൈൽ ഹെഡ്സെറ്റ് ഓർ എ ബ്ലൂടൂത്ത് ഡിവൈസ് ഈസ് കണക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. അത് എത്ര സെക്കൻഡ് വേണം എന്നിവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. 10 സെക്കൻഡ് വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കസ്റ്റം ടൈം എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്കൻഡുകൾ ടൈം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ 5 സെക്കൻഡ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഓക്കെ, എനിക്ക് കോൾ വരുമ്പോൾ ആ നെയിമും കേൾക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ആ നമ്പറും കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 5 സെക്കൻഡ് കൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ആകുകയും ചെയ്യും. ഇവിടെ നമുക്ക് പ്രസ് വോളിയം അപ്പ് ടു ആൻസർ കോൾസ് എന്ന ഭാഗമുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. വോളിയം അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രസ് സൈഡ് ബട്ടൺ ടു എൻഡ് കോൾ എന്ന ഈ ഒരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് സൈഡ് ബട്ടൺ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൾ എൻഡ് ചെയ്യാനും സാധിക്കും. പക്ഷേ അതിനേക്കാളും നല്ലത് ഞാൻ നേരത്തെ കാണിച്ച ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും കൂടി എനേബിൾ ചെയ്യാം എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസോ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഫോണിൽ ടച്ച് ചെയ്യേണ്ട, അതുപോലെ തന്നെ ഹെഡ്സെറ്റിൽ ടച്ച് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ആ കോളർ റീഡ് ചെയ്യുന്ന ഓപ്ഷനും കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് ആരാണ് വിളിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനും സാധിക്കും. നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസും ഉണ്ടാകുകയില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇങ്ങനെയൊക്കെ സെറ്റിങ്സ് മൊബൈലിൽ ഉണ്ട് എങ്കിലും പിന്നെയും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വാഹനം ഓടിക്കുമ്പോൾ പരമാവധി നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക.
അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.